നമസ്കാരം. ശതകോടികളുടെ സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കാനാണ് ബിൽഗേറ്റ്സ് തീരുമാനിച്ചത്. പ്രാഞ്ചിയേട്ടന്മാർ കണ്ടുപഠിക്കേണ്ട മാതൃക. ബിൽഗേറ്റ്സിന്റെ അസാധാരണ ജീവിതത്തിലേക്കാണ് ഇന്ന് ന്യൂസിൻ ഡെപ്ത് കടന്നു ചെല്ലുന്നത്. വില്യം ഹെൻറി ഗേറ്റ്സ് മൂന്നാമൻ എന്നാണ് ബിൽഗേറ്റ്സിന്റെ പൂർണ്ണമായ പേര്. 1955 ഒക്ടോബർ 28 അമേരിക്കയിലെ സിയാറ്റിലിൽ ഹെൻറി ഗേറ്റ്സ് സീനിയർ, മേരി മാക്സ്വെൽ എന്നിവരുടെ മകനായിട്ടാണ് ബിൽ ഗേറ്റ്സ് ജനിച്ചത്. പിതാമഹൻ മേയറായിരുന്നു. പിതാവ് ഒരു പ്രമുഖനായ വക്കീലും. മാതാവ് ഫസ്റ്റ് ഇന്റർസ്റ്റേറ്റ് ബാങ്ക് സിസ്റ്റം, യുണൈറ്റഡ് വേ എന്നിവയിൽ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. അമ്മയുടെ പിതാവ് JW മാക്സ്വെൽ ഒരു നാഷണൽ ബാങ്കിന്റെ പ്രസിഡന്റും. ബിൽ ഗേറ്റ്സിനെ ഒരു വക്കീലാക്കാനായിരുന്നു അവർ മോഹിച്ചത്. പക്ഷേ ബിൽ എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന ഉത്സാഹഭരിതനായ ആ ചെറുപ്പക്കാരന് താല്പര്യം ഗണിതത്തിലായിരുന്നു. ഗ്രേഡ് 8 സ്കൂളിലെ മദേഴ്സ് ക്ലബ് കുട്ടികൾക്കായി ഒരു പഴയ കമ്പ്യൂട്ടർ വാങ്ങി. ബില്ലിന്റെ കമ്പ്യൂട്ടർ പ്രണയം അവിടെയാണ് തുടങ്ങുന്നത്. കമ്പ്യൂട്ടറുകളിൽ തന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ബിൽ ഗേറ്റ്സിന് വെറും 13 വയസ്സായിരുന്നു പ്രായം. കൗമാരപ്രായത്തിൽ ഗേറ്റ്സ് തന്റെ ആദ്യ പ്രോഗ്രാം ഒരു ടെലിടൈപ്പ് കമ്പ്യൂട്ടറിൽ എഴുതി. കോഡിങ്ങിനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് സ്കൂൾ അധികൃതർ തിരിച്ചറിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടി വികസിപ്പിക്കാൻ അദ്ദേഹം തൽപരനായി. അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ താല്പര്യം മാനിച്ച് മറ്റ് ക്ലാസുകളിൽ നിന്നും വിട്ടുനിൽക്കാനും കൂടുതൽ കമ്പ്യൂട്ടറിൽ കേന്ദ്രീകരിക്കാനും അധ്യാപകർ അനുവദിച്ചു. ആളുകൾക്ക് കമ്പ്യൂട്ടറുമായി ഗെയിം കളിക്കാൻ ഉതകുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ആദ്യമായി ഗേറ്റ്സ് വികസിപ്പിച്ചത്. പിന്നീട് കൂട്ടുകാരുമൊത്തുള്ള നിരന്തരമായ പഠനവും നവീകരണങ്ങളുമായിരുന്നു. 17-ാം വയസ്സിൽ അദ്ദേഹം പോൾ അലനുമായി ചേർന്ന് ഡ്രാഫോ ഡേറ്റ എന്ന ഒരു സംരംഭം തുടങ്ങി. 1973 ലേക്ക് സൈഡ് സ്കൂളിൽ നിന്ന് ബിൽ ഗേറ്റ്സ് ബിരുദം നേടി. 1600-ൽ 1590 മാർക്ക് അദ്ദേഹത്തിന് ലഭിച്ചു. തുടർന്ന് ഹാർവാർഡ് കോളേജിൽ ചേർന്നു. അവിടമാണ് ബിൽ ഗേറ്റ്സിന്റെ സംരംഭകനെ മോൾഡ് ചെയ്തത്. ഹാർവാർഡിൽ വെച്ചാണ് അദ്ദേഹം ഭാവി ബിസിനസ് പങ്കാളിയായ സ്റ്റീവ് ബാമറെ കണ്ടുമുട്ടുന്നത്. പിൽക്കാലത്ത് ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ CEO സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം ബാമറെയാണ് ആ സ്ഥാനത്ത് നിയോഗിച്ചത്. ഹാർവാർഡിലെ പഠനകാലത്ത് ഗേറ്റ്സിന് പ്രത്യേക പഠന പദ്ധതികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അധിക സമയവും അദ്ദേഹം കമ്പ്യൂട്ടറിൽ ചെലവഴിച്ചു. ഹണിവെല്ലിൽ പ്രോഗ്രാമറായി ജോലി നോക്കിയിരുന്ന പോൾ അലനുമായി ബിൽ ഗേറ്റ്സ് അപ്പോഴും സുഹൃത്ത് ബന്ധം നിലനിർത്തി. 1975-ൽ ഇന്റൽ 8080 CPU അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മിറ്റ്സ്, അതായത് മൈക്രോ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ടെലിമെട്രി സിസ്റ്റംസ് ഓൾടെയർ 8800 പുറത്തിറക്കി. ഗേറ്റ്സും അലനും ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാനുള്ള അവസരമായിട്ടാണ് കണ്ടത്. ഈ തീരുമാനം മാതാപിതാക്കളെയും അറിയിച്ചു. അവരും അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. മുടക്കുമുതലും അവർ തന്നെ നൽകി. 1975 നവംബറിൽ ഹാർവാർഡിൽ നിന്ന് അവധിയെടുത്ത് ഗേറ്റ്സ് അലനോടൊപ്പം ജോലി ചെയ്യാനും തുടങ്ങി. അവർ മൈക്രോസോഫ്റ്റ് എന്ന നാമത്തിൽ ആൽബുക്കർക്കിയിൽ ഒരു ഓഫീസും തുടങ്ങി. ഒരു വർഷത്തിനകം പേരിനടിയിലെ ഹൈഫൻ ഒഴിവാക്കി 1976 നവംബർ 26 മൈക്രോസോഫ്റ്റ് എന്ന വ്യാപാര നാമം ന്യൂ മെക്സിക്കോ സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തു. 1979 ജനുവരി 1 കമ്പനി ആസ്ഥാനം ആൽബുക്കർക്കിയിൽ നിന്ന് വാഷിംഗ്ടണിലെ ബെല്ലിവ് എന്ന സ്ഥലത്തേക്ക് മാറ്റി. മൈക്രോസോഫ്റ്റിന്റെ ആദ്യ വർഷങ്ങളിൽ എല്ലാ ജീവനക്കാർക്കും കമ്പനി ബിസിനസ്സിൽ വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. കച്ചവട കാര്യങ്ങളുടെ മേൽനോട്ടത്തിനൊപ്പം പ്രോഗ്രാമുകൾ എഴുതുകയും ഗേറ്റ്സ് ചെയ്തിരുന്നു. ആദ്യ 5 വർഷത്തിൽ കമ്പനി പുറത്തിറക്കിയ എല്ലാ സോഫ്റ്റ്വെയറിന്റെയും ഓരോ വരിയും ഗേറ്റ്സ് പരിശോധിച്ചു. ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ മാറ്റി എഴുതുകയും ചെയ്തു. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുത്താനായി ഒരു ബേസിക് ഇന്റർപ്രറ്റർ വികസിപ്പിക്കാനായി IBM മൈക്രോസോഫ്റ്റിനെ സമീപിച്ചതാണ് ഗേറ്റ്സിന്റെ ജീവിതത്തിൽ നിർണായകമായത്. ഇതിനൊക്കെ മൈക്രോസോഫ്റ്റ് 86 ഡോസ് എന്ന പേരിൽ അത്തരം ഒന്നിന്റെ ഉടമസ്ഥാവകാശവും സ്വന്തമാക്കി. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം PC DOS എന്ന പേരിൽ ഒറ്റത്തവണ വിലയായ $50,000 IBM-ന് നൽകുകയും ചെയ്തു. മറ്റ് ഹാർഡ്വെയർ നിർമ്മാതാക്കൾ IBM PC-യുടെ പകർപ്പുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട ഗേറ്റ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പകർപ്പവകാശം IBM-ന് നൽകിയിരുന്നില്ല. ആ ഒരു തീരുമാനമാണ് അദ്ദേഹത്തെ കോടീശ്വരനാക്കിയത്. ഗേറ്റ്സിന്റെ മുൻകാല അനുഭവം അങ്ങനെയായിരുന്നു. അതുതന്നെയാണ് സംഭവിച്ചതും. വിവിധ ഹാർഡ്വെയർ നിർമ്മാതാക്കൾക്കായിട്ടുള്ള MS-DOS-ന്റെ വൻ വിൽപ്പന മൈക്രോസോഫ്റ്റിനെ പേഴ്സണൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിപണിയിലെ ഒരു പ്രധാനിയാക്കി മാറ്റി.
കോടികൾ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയും എത്തി. IBMന്റെ പേര് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ കമ്പ്യൂട്ടറിന്റെ പിന്നിലെ മൈക്രോസോഫ്റ്റിന്റെ പ്രാധാന്യം മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു. 1981 ജൂൺ 25 മൈക്രോസോഫ്റ്റ് പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിന്റെ മേൽനോട്ടം ഗേറ്റ്സിനായിരുന്നു. കമ്പനി വാഷിംഗ്ടൺ സംസ്ഥാനത്ത് പുതുക്കി രജിസ്റ്റർ ചെയ്യുകയും ബിൽ ഗേറ്റ്സ് അതിന്റെ പ്രസിഡന്റായും ബോർഡ് അധ്യക്ഷനായും മാറി. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പേഴ്സണൽ കമ്പ്യൂട്ടർ വിൽപ്പനയിലൂടെ അവർ കോടീശ്വരന്മാരായി മാറി. ഹാർഡ്വാർഡിൽ പഠിക്കുമ്പോൾ 30-ാം വയസ്സിൽ ഞാൻ കോടീശ്വരനാകും എന്നായിരുന്നു ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. പക്ഷെ അത് അല്പം തെറ്റി. കൃത്യമായി പറഞ്ഞാൽ 31-ാം വയസ്സിൽ അദ്ദേഹം കോടീശ്വരനായി. 40-ാം വയസ്സായപ്പോഴേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ. ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പ്രണയിക്കാൻ സമയമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയുന്നത് പോലെ സമയവും പ്രശ്നമല്ല എന്നതാണ് ബിൽ ഗേറ്റ്സിന്റെ ജീവിതം തെളിയിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ബിൽ ഗേറ്റ്സിന്റെ ജീവിതത്തിലേക്ക് മെലിൻഡ കടന്നു വന്നത്. 1987 മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ ജോലിക്കാരിയായിട്ടാണ് MBA ബിരുദധാരിയായ മെലിൻഡ എത്തിയത്. ന്യൂയോർക്കിൽ പ്രൊഡക്ട് മാനേജറായിരുന്നു അവർ. ഒരു കമ്പനി ടൂറിനിടെയാണ് ഇരുവരും അടുക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മെലിൻഡ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 7 വർഷത്തെ പ്രണയത്തിന് ശേഷം ഇരുവരും വിവാഹിതരായി. 1994 മെലിൻഡയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഗേറ്റ്സ് കോടീശ്വരനായിരുന്നു. ഹവായിയിലെ ലനായി എന്ന മനോഹര ദ്വീപിൽ വിവാഹ ചടങ്ങിന് ആൾക്കൂട്ടം വേണ്ട എന്ന് ഇരുവരും ആഗ്രഹിച്ചു. ക്ഷണിക്കാതെ തന്നെ ആളുകൾ ഇടിച്ചുകയറി വന്നാലോ എന്ന് പേടിച്ച് പ്രദേശത്ത് ലഭ്യമായിരുന്ന എല്ലാ ഹെലികോപ്റ്ററുകളും ഗേറ്റ്സ് വാടകയ്ക്കെടുത്ത് മാറ്റിവെച്ചു എന്നതാണ് കഥ. പക്ഷേ ഗേറ്റ്സിന്റെ ജീവിതത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടതിലും ഇന്ന് കാണുന്ന രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തകനായ മനുഷ്യസ്നേഹിയായി മാറ്റുന്നതിലും മെലിൻഡയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ നന്മ മരങ്ങളെ പോലെ മറ്റുള്ളവരുടെ കാശ് സമാഹരിച്ചല്ല, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തിട്ടാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഗേറ്റ്സ് ഫൗണ്ടേഷൻ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും 3-ാം ലോക രാജ്യങ്ങളിലായി കോടിക്കണക്കിന് ഡോളറിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇന്ന് ലോകമെമ്പാടുമായി ഗേറ്റ്സ് ഫൗണ്ടേഷനിൽ 1800 പേരോളം പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 5000 കോടിയിലേറെ ഡോളർ ഈ ഫൗണ്ടേഷൻ ചെലവഴിച്ചു. ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ധനസഹായത്തിൽ US കഴിഞ്ഞാൽ ഏറ്റവും വലിയ തുക സംഭാവന നൽകുന്നത് ഫൗണ്ടേഷനാണ്. ലോകമെമ്പാടും ദാരിദ്ര്യത്തിനും മാരക രോഗങ്ങൾക്കുമെതിരെ ഈ സംഘടന പൊരുതുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട സേവന പ്രവർത്തനങ്ങൾക്കായി 175 കോടി ഡോളറാണ് കഴിഞ്ഞ വർഷം നീക്കിവെച്ചത്. ശതകോടീശ്വരൻ വാറൻ ബഫറ്റുമൊത്ത് ബില്ലും മെലിൻഡയും സ്ഥാപിച്ച ഗിവിംഗ് പ്ലെഡ്ജ് പദ്ധതിയിൽ പങ്കാളികളായി പകുതിയോളം സ്വത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചെലവിടാൻ മാർക്ക് സുക്കർബർഗും മൈക്ക് ബ്ലൂംബർഗും ഉൾപ്പെടെ മറ്റ് ശതകോടീശ്വരന്മാരും ഉണ്ട്. ബിൽ ഗേറ്റ്സും ഭാര്യ മെലിൻഡയും പിരിയാനെടുത്ത തീരുമാനവും ലോകത്തെ ഞെട്ടിച്ചു. എല്ലാവർക്കും ആശങ്ക ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷനെ കുറിച്ചായിരുന്നു. ഗേറ്റ്സ്, മെലിൻഡ ഇവർ പിരിയുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ അതുകൊണ്ട് ഉണ്ടാവുക ആഫ്രിക്കയിലെ നിരവധി കുട്ടികൾ പട്ടിണി കൊണ്ട് മരിക്കുകയായിരിക്കും എന്നാണ് മൈക്ക് ടോമർ എന്ന മാധ്യമപ്രവർത്തകൻ കുറിച്ചത്. പക്ഷേ അവർ ആശങ്ക പരിഹരിച്ചു. ഫൗണ്ടേഷൻ ഒരു കുഴപ്പവും വരില്ല എന്നും അതിൽ ഞങ്ങൾ ഇരുവരും ഒപ്പം ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു. വിവാഹമോചന സമയത്ത് ഇരുവരും 1500 കോടി ഡോളർ ഫൗണ്ടേഷന് നൽകുമെന്ന് പ്രതിജ്ഞ എടുത്തു. ബ്ലൂംബർഗ് ബില്ലിയനിയേഴ്സ് പട്ടിക പ്രകാരം മെലിൻഡയുടെ ഇപ്പോഴത്തെ ആസ്തി 1030 കോടി ഡോളറാണ്. വിവാഹമോചനത്തിന് മുൻപേ തന്നെ ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിൽ നിന്ന് രാജിവെച്ചു. പക്ഷെ മൈക്രോസോഫ്റ്റ് ഏത് പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് സഹായിക്കുന്നതിനായി കമ്പനിയുടെ പേഴ്സണൽ ഏജന്റായി അദ്ദേഹം ഇപ്പോഴും ജോലി ചെയ്യുന്നു. സഹപ്രവർത്തകയുമായിട്ടുള്ള ബന്ധമാണ് ഇത്തരത്തിൽ രാജിയിലേക്ക് ബിൽ ഗേറ്റ്സിനെ കൊണ്ട് എത്തിച്ചത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തായാലും വാൾസ്ട്രീറ്റ് ജേർണൽ അടക്കം ഇത്തരത്തിലുള്ള വാർത്തകളാണ് നൽകിയത്. തനിക്ക് ബിൽ ഗേറ്റ്സുമായി വർഷങ്ങൾ നീണ്ട ബന്ധമുണ്ടായിരുന്നുവെന്ന് മൈക്രോസോഫ്റ്റ് എഞ്ചിനീയറുടെ കത്ത് വിവാദത്തിനും തുടർന്ന് ഔദ്യോഗിക അന്വേഷണത്തിനും പോലും കാരണം ആയി. ബാലപീഠകൻ ജെഫ്രി എപ്സ്റ്റെയിനുമായിട്ടുള്ള സൗഹൃദം വിവാഹമോചനത്തിന് മറ്റൊരു കാരണമായി എന്നും പറയപ്പെടുന്നു. പെൺകുട്ടികളെ പണവും മറ്റും നൽകി പ്രലോഭിപ്പിച്ച് ബലാത്സംഗം ചെയ്യുകയും ഉന്നതർക്ക് കാഴ്ചവെക്കുകയും ചെയ്തുവെന്ന കേസിലെ പ്രതിയായിരുന്നു അയാൾ. തുടർന്ന് ശിക്ഷ ലഭിച്ച ഇയാൾ 2019 ജയിലിൽ ആത്മഹത്യ ചെയ്തു. ഇയാളുമായി ബിൽ ഗേറ്റ്സിന്റെ സൗഹൃദം അത് മെലിൻഡയെ പ്രകോപിപ്പിച്ചിരുന്നു എന്നാണ് വിവരം.
2013 സെപ്റ്റംബറിൽ ബിൽഗേറ്റ്സ് ഒരു പ്രധാന അവാർഡ് വാങ്ങിയതിന് പിന്നാലെ മെലിൻഡയുമായി എപ്സ്റ്റൈന്റെ ഫ്ളാറ്റിലാണ് ഒത്തുകൂടിയത്. ഇത് അന്ന് തന്നെ മെലിൻഡ എതിർത്തു. ഇരുവർക്കുമിടയിൽ ഈ ബന്ധത്തിലൂടെ ഉണ്ടായ പ്രശ്നങ്ങൾ വളർന്നാണ് ഇപ്പോൾ വിവാഹമോചനത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ജെനിഫർ, റോറി, ഫീബി എന്നിവരാണ് ഇരുവരുടെയും മക്കൾ. അവകാശികൾ എന്ന നിലയിൽ ഇവർക്ക് ലഭിക്കാവുന്ന കുടുംബ സ്വത്തിൽ ബിൽഗേറ്റ്സ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. $10 മില്യൺ മാത്രമേ ഇവർക്ക് ലഭിക്കൂ എന്നാണ് ഗേറ്റ്സും മെലിൻഡയും യോജിച്ച് എടുത്ത തീരുമാനം. അതിൽ മക്കൾക്കും പരാതിയില്ല, പകരം അഭിമാനമാണ്. നമ്മുടെ നാട്ടിലാണ് എങ്കിൽ സ്വത്തിനു വേണ്ടി കൊലപാതകം പോലും നടക്കുമായിരുന്നു. അസാധാരണമായ ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് ബിൽഗേറ്റ്സ്. സാധാരണ ഇത്തരം സമ്പന്നർ ഇന്ത്യ സന്ദർശിച്ചാൽ താജ്മഹലും ചെങ്കോട്ടയും ഒക്കെ കണ്ട് ഫോട്ടോയും എടുത്ത് മടങ്ങാറാണ് പതിവ്. പക്ഷെ ബിൽഗേറ്റ്സ് നേരെ പോയത് ഇന്ത്യയിലെ ചേരികളിലേക്കാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ പോയാലും അദ്ദേഹം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. ബിൽഗേറ്റ്സിന്റെ ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പുസ്തകമാണ് അശോക് അലക്സാണ്ടറുടെ എ സ്ട്രേഞ്ചർ ട്രൂത്ത്, ലെസൺസ് ഇൻ ലവ്, ലീഡർഷിപ്പ് ആൻഡ് കറേജ് ഫ്രം ഇന്ത്യാസ് സെക്സ് വർക്കേഴ്സ് എന്നത്. 10 വർഷമായി ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ എയ്ഡ്സ് നിവാരണ പ്രോഗ്രാമിന്റെ തലവനാണ് അലക്സാണ്ടർ. ഇന്ത്യയിലെത്തിയ ബിൽഗേറ്റ്സും ഭാര്യയും മറ്റു പരിപാടികളെല്ലാം ഒഴിവാക്കി ലൈംഗിക തൊഴിലാളികൾക്കിടയിലാണ് സമയം ചെലവഴിച്ചത്. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ മറയില്ലാതെ അവർ പറയുന്നത് ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയായിരുന്നു അവർ. അത്തരമൊരു സംഭവത്തെക്കുറിച്ച് അലക്സാണ്ടർ പുസ്തകത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട്. തറയിൽ ചമ്രം പടിഞ്ഞ് ബിൽഗേറ്റ്സും ഭാര്യയും ഇരുന്നു. ലൈംഗിക തൊഴിലാളികൾ അവർക്ക് ചുറ്റുമിരുന്നു. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ദാരിദ്ര്യത്തിന്റെയും അവഗണനയുടെയും കഥകൾ. എല്ലാത്തിനും അപ്പുറം അവരിൽ എവിടെയോ പ്രതീക്ഷയുടെ ഇനിയും കെടാത്ത തീപ്പൊരി ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ കഥ ബിൽഗേറ്റ്സിനെ കരയിച്ചു. ലൈംഗിക തൊഴിലാളിയാണ് എന്ന വിവരം മകളിൽ നിന്ന് മറച്ചുവെച്ച ഒരമ്മ. മകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. എങ്ങനെയോ ഒരിക്കൽ അവളുടെ സഹപാഠികൾ അക്കാര്യം അറിഞ്ഞു. പിന്നാലെ ക്ലാസ് റൂമിനുള്ളിൽ മകൾ നേരിട്ടത് ക്രൂരമായ പരിഹാസവും പീഡനവുമാണ്. എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തി. വിഷാദരോഗം അവളെ വേട്ടയാടി. ഒരിക്കൽ വീട്ടിലെത്തിയ അമ്മ കണ്ടത് മകളുടെ തൂങ്ങിയാടുന്ന മൃതദേഹമാണ്. ഒപ്പം ഒരു കുറിപ്പും, ഇനി എനിക്കിത് സഹിക്കാനാകില്ല എന്ന്. ഇത് കേട്ട് ബിൽഗേറ്റ്സ് തല താഴ്ത്തി നിശബ്ദനായി കരയുകയായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ഡോളറാണ് ഇന്ത്യയിലെ ലൈംഗിക തൊഴിലാളികളുടെ പുനരുദ്ധാരണത്തിന് ഗേറ്റ്സ് ഫൗണ്ടേഷൻ അനുവദിച്ചത്.